ഞങ്ങൾ റാന്നിയിലോട്ടാണ് പോകുന്നത്. റാന്നിയിൽ ചങ്ങനാശ്ശേരി കടയിൽ നിന്ന് പറഞ്ഞൊരു കടയുണ്ട്. പിന്നെ കുറച്ച് സാധനം അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാനുള്ള. ആദ്യം അങ്ങാടി കടയിൽ കയറിയിട്ട് പിന്നെ പ്രൊവിഷൻ സ്റ്റോർ ഉണ്ട്, ചങ്ങനാശ്ശേരി സ്റ്റോഴ്സ്, അവിടെ നിന്ന് മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചു. റാന്നിയിൽ ഇറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അടാറ് തിരക്കാ. വണ്ടി അനക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കാം. നാളെ ഈസ്റ്റർ ഒക്കെ ആണ്. ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കാനും ഇപ്പൊ കൂടെ നല്ല തിരക്കാണ്. നമ്മൾ മേടിച്ചേണ്ട ഉദയ എന്നുള്ള കടയിൽ നിന്നാ സാധനങ്ങൾ മേടിച്ച. ഉദയ ഇവിടെ പ്രൊവിഷൻ സ്റ്റോഴ്സ് ഒരുപാടുണ്ട് റാന്നിയില്. എല്ലായിടത്തും സാധനം കിട്ടും. ഞാൻ ഉദയ എന്നാണ് മേടിച്ചത്. ഓക്കെ, നമുക്കപ്പം സാധനങ്ങളെ എല്ലാം നടിപ്പിക്കുക. നാളത്തേനുള്ള പരിപാടിയാണ്. നാളെ ഈസ്റ്റർ ആയിക്കൊണ്ട് നമുക്ക് മന്തി വെച്ച് നോക്കാം. അതൊന്നും കണ്ട സാധനങ്ങൾ മേടിച്ചേ. ഓക്കെ. നമ്മൾ ഇന്നിവിടെ മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ 1 കിലോ അരിക്കുള്ള വെള്ളം വെച്ച് തിളച്ചായിരുന്നു. അതിനകത്തോട്ട് നമ്മൾ ഒരു ഉണക്കനാരങ്ങ, 2 കഷ്ണം ലെമൺ സ്ലൈസ് ചെയ്തത്, കുറച്ച് കുരുമുളക്, കുറച്ച് സാദാ ജീരകം, ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെജിറ്റബിൾ ഓയിൽ, ഇതെല്ലാം ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊരു 50% വേഗമാകുമ്പോൾ നമുക്ക് കോരി ഒരു വെള്ളം പോകുന്ന പാത്രത്തിലോട്ട് നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇറച്ചിക്കുള്ളത് മസാലകൾ തയ്യാറാക്കാം. സെല്ല ഗോൾഡൻ റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പം 50% വേവായിട്ടുണ്ട്. നമുക്കിതിനി കണ്ണോപ്പയിലോട്ട് കോരി വെക്കാം. ഇത്രയും വെന്താൽ മതി. ബാക്കി കുക്കറിനകത്തിരുന്ന് വേഗം ഇതേ. നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് 10 ലിറ്ററിൻ്റെ കുക്കറാണേ. നമ്മൾ അതിനകത്തോട്ട് ഗ്രാമ്പു, പട്ട, ലീഫ്, പിന്നെ ഇത് ബട്ടർ, പിന്നെ 3 കഷ്ണം മാഗി ക്യൂബ്. നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം. 3 കഷ്ണം മാഗി ക്യൂബ്. മാഗി ക്യൂബിന് ഉപ്പുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ അതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാവേ. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, പിന്നെ തക്കാളി നീര്, പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. നമ്മളിവിടെ ഫുഡ് കളർ ചേർക്കുന്നില്ല. അതിന് വേണ്ടി നമ്മൾ കളറിന് വേണ്ടി ഒരു 1/4 സ്പൂണോളം, ചെറിയൊരു കൊച്ചു സ്പൂണാണ് ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയെ, പിന്നെ മഞ്ഞൾപ്പൊടി. നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്യാമേ. അതിനകത്ത് നമുക്ക് സൺഫ്ലവർ ഓയിലൂടെ ഒഴിക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ഒരു കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർക്കാം. നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ സൺഫ്ലവർ ഓയിലിനകത്താണ് ഇത് എന്ത് വരുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇത് നമുക്ക് നല്ലതായിട്ട് അടിയിൽ ഇങ്ങനെ കറക്റ്റ് ലെവലാക്കി നിരത്തി വെച്ച് കൊടുക്കണം. നമ്മളിവിടെ ഫുഡ് കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി എൻ്റെ മണ്ടയ്ക്ക് ചാല നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കളറിന് വേണ്ടി, ചോറിന് ഒരു കളർ കിട്ടാൻ വേണ്ടി. ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് കുത്തി ചേർക്കാം. പച്ചമുളകൊക്കെ ആവശ്യത്തിനൊക്കെ വെക്കാം കേട്ടോ. വലിയ എരിവില്ലാത്ത മുളകായത്. ഞങ്ങളൊരു 5-6 എണ്ണം. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ അടിക്കുന്നതിന് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. നമുക്കപ്പം മന്തി കഴിക്കാൻ വേണ്ടി എല്ലാം വെട്ടാൻ പോവാ. ഫ്രണ്ട്സ്, നമ്മുടെ മന്തി റെഡി ആയിരിക്കുകയാണ്. അടുപ്പത്ത് കുക്കർ ഇരിക്കുകയാണ്. അപ്പോൾ അത് സെർവ് ചെയ്യാനുള്ള വാഴയില നമ്മൾ കൊണ്ടുവന്നു. വാഴയില കൊണ്ടുവന്ന് ഇത് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ കുക്കർ തുറന്ന് മന്തി ഇലയിലേക്ക് വിളമ്പും. അപ്പം ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ മന്തിയാണിത്. എല്ലാവരും വരണം കഴിക്കാൻ. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അടുപ്പത്ത് നമ്മളെ കുക്കർ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. കുക്കർ തുറക്കുവാണ്. നമുക്ക് നോക്കാം നമ്മുടെ മന്തിയുടെ അവസ്ഥ എന്തുവാണ്. വെന്തോ, കറക്റ്റ് ആയോ, എല്ലാം നോക്കാം. തുറക്കട്ടെ. മന്തി കണ്ടല്ലോ. മന്തിയുടെ അവസ്ഥ ഇതാണ്. എല്ലാം വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച വാഴയിലയിലേക്ക് കമത്തിയിടാം. അങ്ങനെ നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുവാണ്.
റൈസൊക്കെ പാകമാണ്, നല്ല മണമുണ്ട്. നമ്മൾ ഉണ്ടാക്കി മന്തി സെർവ് ചെയ്യുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല മണമുണ്ട്, ഇറച്ചിയൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മന്തിയുടെ സൈഡ് ഡിഷായിട്ട് മയോണൈസ്, സാലന, ഇതാണ് സാലന എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതികളൂടെ പറയാം. മയോണൈസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മുട്ട പുഴുങ്ങിയാണ് ഉണ്ടാക്കിയത്. പിന്നെ സലാഡ് നമ്മളിപ്പം സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ മന്തി. പിന്നെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് മയോണൈസ്, സാലന, സലാഡ്, ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ, അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പം നമ്മളുണ്ടാക്കി ഈ റെസിപ്പി വെച്ച് എല്ലാവരും മന്തി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 100% ഉറപ്പാണ്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ല മണമാണ്, വായിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ. ഈസ്റ്ററിന്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരിക, കഴിക്കുക. ഓക്കെ, ചോദിക്കുന്നേ എങ്ങോട്ടാ ഓടി? എല്ലാം സാധനം തീർച്ചയായും നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല ചൂടാ, കൈ കൊള്ളുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പൊ ഈസ്റ്റർ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കിയത്. മന്തി, ചിക്കൻ മന്തി, നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. നിങ്ങളും ആ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് സൈൻ ഓഫ് ചെയ്യുന്നു. ഞങ്ങളെ എന്നും പറയുന്ന പോലെ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു.